വിദേശത്തുള്ള 10-15ഓളം രാജ്യങ്ങളിലുമായി 2003 മുതൽ 2025 വരെ 22 വർഷക്കാലം. അതിൽ 2 പേർ ചെയ്തത് കേരളത്തിലാണ്. AK ആന്റണിയുടെ കാലത്തിലും കേരളത്തിലാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടന്നതും എമർജിംഗ് കേരള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നതും കേരളത്തിൽ വെച്ചാണ്. ബാക്കി നടന്ന മീറ്റിങ്ങുകളെല്ലാം, പിന്നെ ലോക കേരള സഭ നടന്നത് കേരളത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ചില സമ്മേളനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി ഒരുപാട് യാത്രകൾ, സമ്മേളനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി 5 പൈസ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? 5 രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ ഖജനാവ്? KSIDCയുടെ വിവരാവകാശ നിയമപ്രകാരം KSIDCയിൽ ആവശ്യപ്പെട്ട പ്രകാരം കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ, പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയത് കൊണ്ട് ഒരു ധാരണാപത്രവും ഒരു രാജ്യവുമായും ഒപ്പുവച്ചിട്ടില്ല. ഇനിയൊരു തമാശയുണ്ട് ഇതിനകത്ത്. അതാണൊരു ആഗോള തമാശ. അത് മുഖ്യമന്ത്രിക്ക് അറിയില്ലയോ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയില്ലയോ, പാർട്ടിക്കറിയില്ലയോ, പ്രതിപക്ഷത്തിന് അറിയില്ലയോ, BJPക്ക് അറിയില്ലയോ, കേരള സമൂഹത്തിന് അറിയില്ലയോ? വിദേശ രാജ്യത്ത് പോയി ഒരു കരാർ വച്ചാൽ ഇന്ത്യ മഹാരാജ്യം അറിയാതെ പണം വാങ്ങാൻ പറ്റുമോ? അതിൻ്റേതായ നടപടിക്രമങ്ങളില്ലേ? അപ്പോൾ ഈ യാത്രയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുവാദം എടുത്തു കാണും. കാരണം വിദേശത്ത് പോകണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അറിയണം. ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അറിയണം. പക്ഷേ വിസയുടെ കാര്യങ്ങളിലൊക്കെ അറിയണം. പക്ഷേ ഈ പോയ രാജ്യങ്ങളുമായി വെച്ച കരാറുകൾ വെച്ചു എന്ന് ഒരു രാജ്യമായിട്ട് ഒരു കരാറും വച്ചില്ല എന്നുള്ളതാണ് തമാശ. ഇനി കരാറുകൾ വച്ചിട്ടുണ്ടെങ്കിൽ എന്തേ പണം വരാത്തത്? ഇനി പണം വരാനാണോ തടസ്സം? കരാർ വയ്ക്കാനാണോ തടസ്സം? അല്ല, പണം വരാനും തടസ്സമല്ല, കരാർ വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമാണോ തടസ്സം? അതും പറയേണ്ടതുണ്ട്, നമുക്കറിയേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണോ ഇതിന് ഉടക്ക് വച്ചിരിക്കുന്നത്? ഒരു രാജ്യത്തും പോകരുതെന്ന് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചതിനാണ്. പ്രത്യേകിച്ച് പ്രളയം വന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഓരോ മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ വന്നായി പോകാൻ, ഇതുപോലെ ഒരു വലിയ ജഗ പോകാൻ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല, ഒരാളിനും പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം ഇതാ കേരളത്തെ ദ്രോഹിക്കുന്നു, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ഞങ്ങൾ വിദേശ രാജ്യങ്ങളെല്ലാം പോയി കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യ എടുത്തു മറിക്കുമെന്ന് പറഞ്ഞു.